അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. BP അങ്ങാടി അൻസാർ സക്കാത്ത് വിംഗ് ഒരു കുടുംബത്തിന് കൂടി തണലൊരുക്കി. സൗഹൃദങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ചുറ്റുമുള്ള പ്രയാസം അനുഭവിക്കുന്ന ഇടത്തട്ടുകാരെ കണ്ടെത്തി അവർക്ക് സഹായം എത്തിക്കുന്ന മനോഭാവം ഉണ്ടാക്കണമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA അഭിപ്രായപ്പെട്ടു. ഇടത്തട്ടുകാർ ഒന്നും പുറത്തു പറയില്ല, അവരെ സമൂഹം ശ്രദ്ധിക്കണം. BP അങ്ങാടിയിൽ അൻസാർ സക്കാത്ത് വിംഗ് ഒരു കുടുംബത്തിന് ജീവനോപാധിക്കായി നൽകുന്ന തൊഴിൽ വാഹനത്തിന്റെ ചെക്ക് കൈമാറ്റ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപാരമായ അനുഗ്രഹമുണ്ട്. വളരെ പുണ്യമുള്ള ഒരു കർമ്മത്തിന് സാക്ഷികളാകാൻ നമുക്ക് സാധിച്ചിരിക്കുക. ഞാൻ അൽ അൻസാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സാരഥികൾ, അതിനോട് സഹകരിച്ച മുഴുവൻ അംഗങ്ങളെയും നല്ലവരായ നാട്ടുകാരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പാവങ്ങളായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ നാം നൽകുന്ന കരുത്തും ഒരു കൈ സഹായവും അത് എത്രമാത്രം പുണ്യകരമാണ് എന്ന് വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും നമുക്കൊക്കെ സാധിക്കും. അതിനെ വലിയൊരു പ്രതിപാദനത്തിൻ്റെ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഉത്ഭുതരായ ഒരു സദസ്സാണ് അതിന് മുമ്പിലുള്ളത്. വർഷങ്ങളായി ഇത്തരത്തിലുള്ള പല ഇടപെടലുകൾ നമ്മുടെ ഈ അൽ അൻസാർ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. 1-2 പരിപാടികളിൽ ഇതിനകം എനിക്ക് പങ്കെടുക്കുവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു തൊഴിലുപകരണം എന്ന രീതിയിൽ ഓട്ടോറിക്ഷയുടെ വിതരണത്തിൽ നമ്മുടെ സ്കൂൾ മുറ്റത്ത് വെച്ച് നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വിവിധങ്ങളായ തരത്തിൽ അവർ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സമ്പത്തും സൗകര്യങ്ങളൊക്കെ കൂടി വരികയാണ്. വൈജ്ഞാനികമായും വലിയ കരുത്ത്, വലിയ ഉയർച്ച നേടാൻ നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ട്, നാട്ടിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ പ്രയാസവും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു യാഥാർത്ഥ്യം. സമ്പന്നർ കൂടുതൽ കൊഴുക്കുന്നുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കൂടുതൽ പ്രയാസപ്പെടുകയും ദുരിതം അനുഭവിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ഒരുപക്ഷെ ദാരിദ്ര്യത്തിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ നാം സോമാലിയയിൽ കണ്ട ചിത്രമോ ഒരു 10-75 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ അനുഭവങ്ങളോ അതിന് തുല്യമായ ഒരു സാഹചര്യം ഇല്ല എന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയും. അത് യാഥാർത്ഥ്യവും ആയിരിക്കും. എന്നാൽ ഈ വളരെയേറെ സൗകര്യങ്ങൾ കൂടിയ ജീവിത നിലവാരം വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ അതിനോടൊപ്പം എത്തിക്കാൻ ഏറെക്കുറെ ഒന്ന് ഓടിയെത്താൻ കഴിയാത്തവർ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ, ദരിദ്രരായിട്ടുള്ള താഴെത്തട്ടിലുള്ള ആളുകളെ എല്ലാവരും ചേർന്ന് സഹായിക്കും. സമ്പന്നരായ ആളുകൾക്ക് അവർക്ക് കിട്ടിയ ധനമെന്ന അനുഗ്രഹത്തെ അവർക്ക് ഉപയോഗിച്ച് ജീവിക്കാനും സാധിക്കും. എന്നാൽ ഇതിന് ഇടയിലുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. അവന്റെ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് പറയാനും കഴിയുന്നില്ല. അവനാണെങ്കിലോ സ്വന്തമായി എടുത്ത് ഉപയോഗിക്കാവുന്ന ധനം അതും കൈകളിലില്ല. ഇടത്തരക്കാർ എന്ന് പറയാവുന്ന താഴെത്തട്ടിൽ നിന്ന് ഒരു പടി മേലെയായി മാത്രം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ നാം കാണാതെ പോകരുത്. നമുക്ക് അങ്ങാടിയിൽ വെച്ച് അവരെ കാണാൻ, തിരിച്ചറിയാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വന്നേക്കാം. അവിടെയാണ് നമ്മുടെ സൗഹൃദ ഭാഗത്തെ നാം ഉണർത്തിയെടുക്കേണ്ടത്.
ഏറ്റുവാങ്ങുന്നതിനായി KP മൊയ്തീൻകുട്ടി സാഹിബിനെയും അതുപോലെ തന്നെ നമ്മുടെ അൻസാറിന്റെ രക്ഷാധികാരി ഷറഫുദ്ദീൻ സാഹിബിനെയും ആദരപൂർവ്വം ആദ്യമായി ക്ഷണിക്കുകയാണ്. ഇത് ഓരോ വർഷവും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. ഇതിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അൽഹംദുലില്ലാ. കാരണം ഈ സംരംഭത്തിൽ ഒരു എളിയ പങ്കാളിത്തം വഹിക്കാൻ ഈ ഉള്ളവരും കഴിഞ്ഞിട്ടുണ്ടെന്നത് ചാരിതാർത്ഥ്യജനകമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയാണ് സക്കാത്ത് സംവിധാനത്തിലൂടെ ഇസ്ലാം ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. KP മൊയ്തുട്ടി ഹാജി, CP ഷറഫുദ്ദീൻ എന്നിവർ ചേർന്ന് MLA-യിൽ നിന്നും 3,55,000 രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങി. M സിറാജുദ്ദീൻ അധ്യക്ഷനായ ചടങ്ങിൽ M മുഹമ്മദ് റഫീഖ്, അഷ്റഫ് റീഗൽ എന്നിവർ സംസാരിച്ചു. KP മുഹമ്മദ് അലി, P മുഹമ്മദ് ഷരീഫ്, V ഫിറോസ് മാസ്റ്റർ, M ആരിഫ്, KN നസീം, TV സിദ്ദീഖ് എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 25 വർഷമായി തലക്കാട് പഞ്ചായത്തിൽ സേവന രംഗത്ത് അൽ അൻസാർ ചാരിറ്റബിൾ സൊസൈറ്റി സജീവമാണ്. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ, സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ, ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം. വനിതകൾക്ക് 20% ഫീസ് ഇളവോടെ പ്രവേശനം നേടാം. റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. IHD ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ, തിരൂർ. 9847 300